കഥകളിയുടെ ആധുനിക ദശയിലെ ഏറ്റവും സുപ്രധാന സമ്പ്രദായമായ കല്ലുവഴി സമ്പ്രദായത്തിൽ അതിൻ്റെ കുലഗുരുവായ പട്ടിക്കേന്തുടി രാവുണ്ണിമേനോനാശാന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ശ്രീ കീഴ്പ്പടം കുമാരൻ നായരാശാൻ. കീഴ്പ്പടം കുമാരൻ നായരാശാൻ തുറന്നുവെച്ച വഴിയിലൂടെ മുന്നേറിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ എന്തുകൊണ്ടും പ്രഥമഗണനീയനാണ് ശ്രീ സദനം കൃഷ്ണൻകുട്ടിയാശാൻ. സ്വന്തമായ ഒരു വഴിത്താരയിലൂടെ കഥകളിയിലെ സുപ്രധാനമായ എല്ലാ വേഷങ്ങളും എതിരില്ലാത്തവണ്ണം കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻകുട്ടിയാശാൻ ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ കഥകളി പുരസ്കാരമടക്കം നേടി അനുഗ്രഹീതമായ നിറവിലാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ പൗരാവലി അദ്ദേഹത്തിനെ ആദരിക്കുകയാണ്. മൂവരംഗം എന്ന പരിപാടിയിലൂടെ സദനം കൃഷ്ണൻകുട്ടിയാശാന്റെ കഥകളി സപര്യയെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അറിഞ്ഞാദരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ ജനാവിഷ്കാരയ്ക്ക് വേണ്ടി അദ്ദേഹവുമായി ഒരു ചെറിയ സംഭാഷണം. ആശാൻ നമസ്കാരം. നമുക്കിങ്ങനെ ആശാന്റെ കഥകളി ജീവിതം ആരംഭിച്ചൊരു ഘട്ടത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആശാൻ കഥകളി പഠനം തുടങ്ങിയൊരു കാലത്തെ പറ്റിയും എങ്ങനെയാണ് കഥകളിക്ക് വന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് പറയാം. ഈ ചെർപ്പളശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചെർപ്പളശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അവിടെയുള്ള പ്രാഥമികമായിട്ടുള്ള ഏഴാം തരം വരെയുള്ള സ്കൂൾ പഠനത്തിന് ശേഷം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ വീട്ടിലും അത്യാവശ്യം വിഷമമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ മുമ്പേ അവിടെയുള്ള സർവ്വക്ഷേത്രങ്ങളിലുള്ള വാഴയങ്കട, കാറൽമണ്ണ, ചെപ്പശ്ശേരി, കാന്തള്ളൂർ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ മുഴുവനുള്ള ഉത്സവങ്ങളിൽ കഥകളി ഒരു പ്രധാന വിഷയമായിരുന്നു. 2 ദിവസങ്ങളിലും ഒരു കഥകളി ഉണ്ടാവും. വാഴയങ്കടയാണ് 5 ദിവസം കളിയാണ്. അപ്പോൾ ആ കഥകളിക്കൊക്കെ പോവുക, അത് കാണുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ കുട്ടിക്കാലത്ത് തന്നെ വലിയൊരു ഇതായിരുന്നു. അതിന് സഹകരിച്ചുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരും അച്ഛനൊക്കെ അത്യാവശ്യം അത് കാണാനൊക്കെ ഒരു പരിചയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കണ്ട് അതിനോടുള്ളൊരു താല്പര്യം ഉണ്ടായിട്ട് കഥകളി പഠിക്കാൻ പോവുക, അതിനെന്താ മാർഗം എന്ന് അന്വേഷിച്ച് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് സഹകരിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ കലാമണ്ഡലത്തിൽ കുട്ടികളെ എടുക്കുന്നുണ്ട്, കോട്ടയ്ക്കൽ കുട്ടികളെ എടുക്കുന്നുണ്ട്, ഗാന്ധി സേവാസനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കുട്ടികളെ എടുക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കാണ്ടെന്നല്ലാതെ നിർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വാഴയങ്കട കുഞ്ചുനായരാശാൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. അന്ന് അദ്ദേഹം വാഴയങ്കട ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് കഥകളി പഠിക്കണം, അതിനെന്താ മാർഗം, എന്നെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം എഴുത്തും തന്നിട്ട് ശുപാർശ പ്രകാരം പത്മനാഭൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർക്കുള്ള ഒരു എഴുത്തോട് കൂടിയിട്ട് എന്നെ കലാമണ്ഡലത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികളെ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി പുതുതായിട്ടൊന്നും എടുക്കാൻ നിർത്തിയില്ല, ഗവൺമെൻറ് സ്ഥാപനമല്ലേ, നിർത്തിയില്ല. അപ്പോൾ ഇനി എന്താ വഴി ചോദിച്ചപ്പോഴാണ് ഗാന്ധി സേവാസ ദിനത്തിൽ കുട്ടികളെ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ കോട്ടയ്ക്കൽ സംഗ്രാണം ഭ്രാന്തിരി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഒരു ആശാൻ വന്നിട്ട് എന്നെ സദനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, തീരുമാനിക്കുകയാണ്. ആ കാലത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി അവിടെ TTCക്ക് പഠിക്കണ ഒരു സ്റ്റുഡൻ്റായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അടുപ്പായി അവിടെ. അപ്പോൾ അങ്ങനെ മൂത്ത ജ്യേഷ്ഠത്തിയോട് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് അന്ന് 8ാം തരം പാസ്സായി നിൽക്കണ ഒരു വിദ്യാർത്ഥിയാണ്, 14 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നു. അന്ന് ചെന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലല്ലോ ആരൊക്കെ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കഥകളി പഠിക്കണം, അങ്ങനെ പഠിക്കണ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ മനസ്സിരുത്തിട്ട് മതി, അതിങ്ങനെ ഒഴിഞ്ഞ് എല്ലൊക്കെ വെള്ളമാക്കും, എല്ലൊക്കെ വളയ്ക്കും, ഓക്കെ, അതിനൊക്കെ തയ്യാറാണോ ചോദിച്ചപ്പോൾ ഞാനൊക്കെ തയ്യാറാണ്, എങ്ങനെയല്ലേ എനിക്ക് കഥകളി പഠിക്കണം എന്ന് മാത്രം മതി. ആ ചോദിച്ച ആൾ പിന്നീടാണ് മനസ്സിലാവണേ മറ്റേ കലാമണ്ഡലം രാമകുട്ടി നായരാശാൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിൽ നമ്പീശമ്പാവൂർ ഇരിക്കുന്നുണ്ട്, മുകുന്ദരാജാവ് ഇരിക്കുന്നുണ്ട്, വെള്ളത്തോളിൻ്റെ വലങ്കയ്യായിരിക്കണം. സദനത്തിലുള്ള കാലമാണ്. ഇവിടെ എന്തോ കലാമണ്ഡലത്തിലൊരു ചില എന്തോ സ്വരച്ചേർച്ച അവർ എല്ലാവരും ഇറങ്ങിപ്പോലുണ്ടായിട്ടുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ മുകളിലാണ് ഇറങ്ങിപ്പോയത്. അന്ന് ആശാന്മാരെ മുഴുവനെ ഗാന്ധി സേവാസത്തിന് ഏറ്റെടുക്കുക. അന്ന് അവിടെ കലാമണ്ഡലത്തില് അല്ലാതെ സദനത്തില് മുകുന്ദരാജാവും ഈ മുകുന്ദരാജാവിന്റെ ഒരു കാര്യസ്ഥനായിരിക്കുന്ന കുട്ടമേനാണ്. ഈ കുട്ടമേനന്റെ മകളെയാണ് ഈ സദനം കുമാരൻ എന്ന് പറഞ്ഞ ആള് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തമ്മിലുള്ള ബന്ധത്തിന്റെ മുകളില് അപ്പൊ മുകുന്ദരാജാവ് ഇരിക്കുന്നുണ്ട്, കുട്ടമേനം ഇരിക്കുന്നുണ്ട്, നമ്പീശൻ ബഹാദൂരുണ്ട്, രാമകുട്ടി നാരായണനുണ്ട്. അങ്ങനെ ആശാന്മാരൊക്കെ ഇരിക്കുമ്പോഴാണ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്. ഞാനെങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് താളം പിടിപ്പിക്കുക, അന്ന് അങ്ങനെയൊക്കെയാണ് അതിന്റെ മുഖത്ത് തേപ്പിച്ചു നോക്കുക, കഥകളിക്ക് പറ്റുമോ എന്നുള്ളത് നോക്കാനുള്ള ആദ്യം മുഖത്തൊക്കെ ചുട്ടി കുത്താൻ ഭാഗത്തിൽ ആദ്യം ഒന്ന് ഒരു ഔട്ട്ലൈൻ ഇടും, അതൊക്കെ ഇട്ട് നോക്കും, വളയം വെച്ച് നോക്കുക എന്നതിന് പറയാം. താളം പിടിപ്പിച്ച് നോക്കും, നടത്തി നോക്കും, ഉറക്കം എന്തെങ്കിലും പാടാനോ പറയാനോ പറയും. ഇതിലൊക്കെ അവ നടത്തി നോക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള എൻ്റെ ദേഹത്തിന് വല്ല കോട്ടുണ്ടോ എന്നുള്ളതാണ്. സൗണ്ടിന് വല്ല കുഴപ്പമുണ്ടോ എന്നാണ്. ഈ പാടാൻ എന്തിനൊക്കെ പാട്ട് അറിയൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനേതോ ഒരു സിനിമ പാട്ടൊക്കെ പാടി രാമകുട്ടി ആശാൻ ചിർച്ചൊക്കെ പിന്നെ ഓർമ്മയുണ്ട്. അപ്പൊ അതൊക്കെ ആശ അങ്ങനെ തല വിളിക്കിരുന്നിട്ട് വേണം. അപ്പൊ അന്നൊക്കെ ആരാപ്പത് ആളൊന്നും മനസ്സിലാവില്ല. അങ്ങനെ എന്നെ എന്തോ തീരുമാനം പോളാനും പറഞ്ഞു. പോയി കഴിഞ്ഞാൽ പിന്നെ എഴുത്തു വന്നു. എനിക്ക് ഇന്നും എൻ്റെ കയ്യിൽ ആ എഴുത്ത് സൂക്ഷിപ്പുണ്ട്. ഈ വരുന്ന 13-ാം തീയതി എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിക്ക അങ്ങനെ കൃഷ്ണൻകുട്ടിയെ സദനത്തിൽ കഥകളി പഠിപ്പിക്കാനായി കൊണ്ടുവന്ന് ചേർക്കണം എന്നും പറഞ്ഞുള്ളൊരു എഴുത്ത് കാർഡ് വന്നു. അത് പ്രകാരം 1956 ജൂൺ 13-ാം തീയതി എന്നെ സദനത്തിൽ കൊണ്ട് ചേർക്കുക. അവിടുന്ന് അങ്ങടെ അപ്പം ചേരുമ്പോഴേക്ക് എന്തായി വെച്ചാൽ ഈ കലാമണ്ഡലത്തിൽ നിന്നുള്ള എല്ലാ ആശാന്മാരും ഇവിടെ വന്ന് ആ കാലത്താണ് റഷ്യയിലേക്ക് ഒരു യാത്ര പോയിട്ട് ആശാന്മാരെല്ലാവരും റഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്ന് നേരെ കലാമണ്ഡലത്തിലേക്കാണ്. അന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ ഒറ്റപ്പാലത്തുകാരൻ KPS മേനായിരുന്നു. അപ്പൊ അവരും വെള്ളത്തോളുമായിട്ടുള്ള ബന്ധം, അന്ന് വെള്ളത്തോൾ ജീവിച്ചിരിപ്പുള്ള കാലമാണല്ലോ, അദ്ദേഹത്തിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു കലാമണ്ഡലം എന്ന്. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു സന്ധി സംഭാഷണത്തിന്റെ മുകളിൽ ഈ ആശാന്മാരൊക്കെ വീണ്ടും കലാമണ്ഡലത്തിലേക്ക് ചേർന്നു. അപ്പൊ ഇവിടെ ആളില്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെയൊക്കെ എടുക്കും ചെയ്തു. ചെണ്ടയ്ക്ക് 2 കുട്ടികളെ, മദ്ദളത്തിന് 2 കുട്ടികളെ, വേഷത്തിന് 4 കുട്ടികളെ. അപ്പൊ എൻ്റെ കൂടെ ഇന്നിപ്പോ അന്നുള്ള ആൾക്കാരും കാണാനില്ല. അത് ശേഷം കഴിഞ്ഞ് വന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ എടുത്ത് കഴിഞ്ഞ സമയത്ത് ഇനിയിപ്പോ പഠിപ്പിക്കാൻ ആളില്ലല്ലോ, എന്താ നീ വഴി ചോദിച്ചപ്പോ കോട്ടക്കിലെ നാട്യസംഘത്തുനിന്ന് ഡെപ്യൂട്ടേഷനായിട്ട് 2 ആശാന്മാരെ അവിടുന്ന് വരുത്തി. ആ ആശാന്മാരാണ് എനിക്ക് ആദ്യമായിട്ട് എണ്ണയും കാച്ചിയും തന്നതും എനിക്ക് അഭ്യാസം തുടങ്ങി വെച്ചതും. അതായത് കോട്ടയ്ക്ക് കൃഷ്ണൻകുട്ടി നായരാശാൻ, ശങ്കരനാരായണ ഭ്രാന്തരാശാൻ. ഈ 2 പേരും ഇപ്പൊ എന്ത് ജീവിച്ചിരിപ്പില്ല. അപ്പൊ അവർ 2 പേരാണ് എനിക്ക് എണ്ണയും കാച്ചിയും തന്ന് അഭ്യാസം തുടങ്ങിയത്. അങ്ങനെ അതിന് മുമ്പ് പഠിച്ചിട്ടില്ല, മുന്നിൽ പരിചയമൊന്നുമില്ല എനിക്ക്. പക്ഷേ ഈ സദനത്തിലെ ആദ്യത്തെ സ്റ്റുഡൻസ് ആശാനാണ്. അതിന്റെ മുമ്പ് ഒരു ബാച്ച് ഉണ്ടോ? ഇല്ല, ബാച്ച് ആയിട്ടുണ്ടായില്ല. മുമ്പ് ഒരു കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അവള് കളരിപ്പയറ്റും ഈ എല്ലാ കലകൾക്കും ഒരു മുൻഗണന കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗാന്ധി സേവാ സദനത്തിൽ. അതിൽ വരുന്ന ഡാൻസ് പഠിക്കുന്നവരുണ്ട്, മൃദംഗം പഠിക്കുന്നവരുണ്ട്, വയലിൻ പഠിക്കുന്നവരുണ്ട്, അല്ല പലതരത്തിലുള്ള അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ കുമാരൻ എന്ന് പറഞ്ഞ അതിന്റെ മാനേജർ. അദ്ദേഹത്തിനെ സഹായിക്കാൻ ഈ കുട്ടമേനും ഉണ്ടായിരുന്നു. കുട്ടമേനെ സഹായിക്കാൻ നമ്മുടെ മൂന്തരാജാവ് അന്ന് മൂന്തരാജാവ് വെള്ളത്തോളമായിട്ട് എന്തോ ഒരു അങ്ങനെ ആക്രമിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ഇതായിരുന്നു. ഈ സദനം കളരിയുന്ന ആദ്യത്തെ പേരിൽ വരണ കഥകളി നടൻ ആശാനായിരിക്കും. പിന്നീട് ഈ കൃഷ്ണൻകുട്ടി ആശാൻ അവിടെ പഠിപ്പിക്കുന്നു. പിന്നെ കുമാരൻ നായരാശാന്റെ ഒരു രംഗപ്രവേശം എങ്ങനെയാ അവിടെ? ഇത് ആദ്യം കൃഷ്ണൻകുട്ടി നായരാശാൻ ഏതാണ്ട് ഒരു കൊല്ലത്തോളം നിന്നുള്ളൂ, ഒരു 2 കൊല്ലത്തോളം നിന്നുള്ളൂ. കാരണം അവർക്ക് കൊടുക്കാവുന്ന സാമ്പത്തികമൊന്നും അന്ന് കൊടുക്കാൻ സദനത്തിന് കഴിവില്ല എന്നുള്ള മേരക്ക് ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുകയല്ലേ. അപ്പൊ ഏതാണ്ട് അവിടെ കൊടുക്കണം ശമ്പളം ഇവിടെ കൊടുക്കണം, അത് നല്ലൊരു എമൗണ്ട് വരും. അപ്പൊ അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്താ ഇനി വഴി എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ വാസ്തവത്തില് അങ്ങ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ കുമാരൻ നായരാശാന്റെ ഒരു വഴി എന്നൊക്കെ പറഞ്ഞതിന്റെ മുമ്പേ എനിക്ക്
അല്ലെച്ചാൽ ഞങ്ങൾക്ക് മറക്കാൻ വയ്യാത്ത ഒരാൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതാണ് പട്ടിക്കാന്തോടി രാവുണ്ണി മേനാശാന്റെ പ്രധാന ശിഷ്യനായിരിക്കുന്ന തേക്കുംകാട്ടിലെ രാവുണ്ണി നായരാശാൻ. അദ്ദേഹം കാർലവണ്ണക്കാരനായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് അവിടെ അധ്യാപകനായി വന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഒരു 4-5 കൊല്ലത്തോളം ഞങ്ങളെല്ലാം പഠിച്ചത്. അപ്പൊ ആ കാലത്ത് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തിച്ചൂര് രാമൻകുട്ടി, സദനം ബാലകൃഷ്ണൻ, ചേലപ്പറമ്പ് ഒരു നമ്പൂതിരി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആശാന്മാർ പറശ്ശിനിക്കടവിലുള്ള രാമൻകുട്ടി, അതെ അതെ പറശ്ശിനിക്കടവിലുണ്ട്. പിന്നെ നരിപ്പറ്റ നാരായണ നമ്പൂതിരി, ഇവരൊക്കെ രാവുണ്ണി നാരായണന്റെ വരവോട് കൂടിയിട്ടാണ് അവിടെ പിന്നീട് വരുന്നത്, എൻ്റെ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങളൊരു ഗ്യാങ്, പിന്നെ വിദ്യാർത്ഥികളും നല്ല പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ, 10-15 വയസ്സായ 16 ഒരു 20 വയസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ. ആ സമയത്താണ് പിന്നെ രാവുണ്ണി നായരാശാൻ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അതും ആരാണ് ഇന്നുള്ള കേമന്മാരിൽ ഒരാളെ കിട്ടണം എന്നുള്ള ഒരുവിധ ആൾക്കാർ മുഴുവൻ കലാമണ്ഡലത്തിലാണ്. അപ്പൊ ബാക്കിയുള്ള ആരാ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ തേങ്കാട്ടിലെ രാവുണ്ണി നായർ എന്ന് പറഞ്ഞ ഒരാള് കലാമണ്ഡല മറ്റേ കാർലമണ്ണ ഉണ്ട്. അത് വിഷവിജയരാമൻ നായരുടെ അളിയനായിട്ട് പിന്നെ സഹോദരനായിട്ട് വരും. അദ്ദേഹത്തെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക. അത് അങ്ങനെയുള്ള കുട്ടമ്മേന്റെയും പിന്നെ മുതരാജാവിന്റെയും ഒരു പ്രയോഗമാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഈ കുട്ടിത്തരം ഇടത്തരം വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ്. കുട്ടിത്തരം ഇടത്തരം ആദ്യവസാനം വരെ എത്തി. ആദ്യവസാനം ഏതാണ്ടൊക്കെ അന്നത്തെ അഭ്യാസ രീതി തന്നെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 7:30 വരെയും 8:30 മണി മുതൽക്ക് പിന്നെ കഴിയുന്നത് വരെ കഥ അടവിച്ച് ചൊല്ലിയാടുകയാണ്. ഈ ആദ്യവസാന വേഷത്തെങ്കിലും എത്തിയപ്പോഴേക്ക് ഒരു കഥ മുഴുവനായിട്ട് ചൊല്ലിയാടുക. അപ്പൊ അതിന് ഒരു പരിധി വെച്ചിട്ട് നിർത്തുകയാണ്. ഇപ്പൊ കാലയുഗത്തിൽ പിന്നെ കാലയുഗം ചൊല്ലിയാട്ടം തുടങ്ങിയാൽ മാതലേ നിശമയ എന്ന് കഴിഞ്ഞാൽ പിന്നെ സലജോഹത്തിന്റെ അവിടെ ഇത് കഴിഞ്ഞാൽ സ്വർഗവർണ്ണനെ കഴിഞ്ഞിട്ടേ നിർത്തൂ. ജനകദർശനാലും പിന്നെ സ്വർഗവർണ്ണനയും കഴിഞ്ഞ് നിർത്തുള്ളൂ, അവിടെ നിർത്തും. അത് ഒരു ഇതുവരെ അങ്ങനെയുള്ള ഒരു അഭ്യാസ രീതിയാണ് അന്ന്. അല്ലാണ്ട് ഇപ്പൊ അതിനിടയ്ക്ക് കൂടെ 12 മണിയായി ഭക്ഷണത്തിന്റെ സമയമായി ബെല്ലടിച്ചു എന്നും പറഞ്ഞിട്ട് ഓർണ പരിപാടി ഏർപ്പാടൊന്നുമില്ല. അത് ഏതാണ്ട് ഇപ്പൊ കുഞ്ചുനാരാശാൻ വരെ ഞാൻ അത് കണ്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ കുഞ്ചുനാരാശാൻ പഠിപ്പിക്കണത് മുതൽ ഒക്കെ ഇപ്പൊ ഈ വാസുപിഷാരടി, അങ്ങനെ വാസുദേവൻ, അല്ലാത്ത നെല്ലിയോട്, അങ്ങനെയുള്ള ആൾക്കാരെ പഠിപ്പിക്കും. കുട്ടികളെ പഠിപ്പിക്കണ കാലത്തും കുഞ്ചുനാരാശാൻ അത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഒരു സദനത്തിലെ അന്നിപ്പോ ഇങ്ങനെ ഈ ഗാന്ധി സേവാ സദനം എന്നുള്ള പേരിൽ ഒരു ഗാന്ധിയൻ ആശയങ്ങളൊക്കെ വെച്ച് സദനം കുമാരൻ പ്രചോദിതനായി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം. അപ്പൊ ഇന്നത്തെ ഒരു അന്തരീക്ഷം ഒന്നും ഇല്ലല്ലോ. വളരെ പരിമിതമായ സാഹചര്യവും ലളിതായ അവസ്ഥയും അത്യാവശ്യം ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണല്ലോ അന്നത്തെ ഒരു സദനത്തിലെ പഠിക്കണ കാലം ഒന്ന് ആശാൻ പറയാമോ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കഥകളി പഠനത്തിന് പറ്റിയൊരു അന്തരീക്ഷമായിരുന്നു ഗാന്ധി സേവാ സദനത്തിൽ. അതായത് ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നുള്ളൂ. ശരി, കഥകളി പഠിക്കുന്ന കുട്ടികൾക്കൊരു പ്രത്യേക പരിഗണന, ആശാന്മാർക്ക് ഒക്കെ ഏകോദര സഹോദരന്മാർ എന്ന് പറഞ്ഞുള്ളവരൊക്കെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയാണ്. അത് കഥകളിയിലേക്കും വന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളൊക്കെ വളരെ വാത്സല്യത്തോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത്. അന്ന് TTCയുടെ പിന്നെ മാഷന്മാരുണ്ട് അവിടെ. TTCക്ക് പഠിക്കണവരുണ്ട്. SLC ഒക്കെ കഴിഞ്ഞ പിന്നെ TTCക്ക് പഠിക്കുന്ന ആശാന്മാരുണ്ട്. അവരൊക്കെ ഏട്ടന്മാരാണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളൊക്കെ പ്രത്യേക പരിഗണന. അതിന് പറ്റിയൊരു കാലാവസ്ഥയാണ്. പിന്നെ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ധാരാളം സ്ഥലം സൗകര്യങ്ങൾ, പിന്നെ അതിന് വേണ്ട പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഇതിന് വേറൊരാളെ ചുമതലപ്പെടുത്തുന്ന ഏർപ്പാടില്ല അവിടെ. അയാൾ ചെയ്യട്ടെ, ഇയാള് ചെയ്യണത് എന്നുള്ള അങ്ങനെയുള്ള ചെയ്തോളുക. ഇപ്പൊ ദഹനത്തിന് ഞങ്ങളൊക്കെ സഹായിക്കണം. അപ്പൊ അതും കുറേശ്ശെ മനസ്സിലാക്കാൻ പറ്റും. അവരവിടെ പഠിക്കാവുന്ന എന്തൊക്കെയുള്ള ചൊക്ക പഠിക്കാം നമുക്ക്. ഒരു സമയം വെറുതെ കളയാൽ കുമാരേട്ടൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ കുറെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. കഥകളി മാത്രം പഠിച്ചാൽ പോരാ, എല്ലാം പഠിക്കണം. അതെ, പഠിക്കണം ബൈ ഓർഡർ ആയിരുന്നില്ല. താല്പര്യം ഉണ്ടെച്ചാവാം.
ഇപ്പൊ ഗ്രഹണത്തിന് താല്പര്യം ഉണ്ടെച്ചാൽ അതിന് പോയി നിൽക്കാം. അല്ലെങ്കിൽ സോപ്പ് നിർമ്മാണം ഉണ്ടാവും, അല്ലെങ്കിൽ പേപ്പർ നിർമ്മാണം ഉണ്ടാവും, മൺപാത്ര വ്യവസായങ്ങളുണ്ട്, നൂൽനൂൽപ്പുണ്ട്. ഇതൊക്കെ കഥകളിക്കാർക്കും വേണ്ടി ചെയ്യാണ് അദ്ദേഹം. അപ്പൊ അതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്കെ പോവാം. പക്ഷെ മെയിൻ കഥകളി വിട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ നിഷ്കർഷയായിട്ടുള്ള അഭ്യാസം തന്നെയായിരുന്നു. അവിടെ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥന്മാര് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് പറയാതിരിക്കാൻ വേണ്ടില്ല. ഞങ്ങളുടെ ആ കാലത്തുണ്ടായിരുന്ന പാട്ടിന് തങ്കപ്പൂപ്പണിക്കരം, കുഞ്ഞമ്പൂ പൊതുവാള്, ചന്ദ്രമണ്ണാടിയര്, പാലൂർ അച്ചു നായർ, ഇങ്ങനെയുള്ള രാവുണ്ണി നാരാശാൻ, തെങ്കളി രാവുണ്ണി, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച അങ്ങനെയായിരുന്നു അഭ്യാസം. ഞങ്ങളൊക്കെ പിന്നെ ഏതാണ്ട് കുറച്ച് മുതിർന്ന് കുട്ടിത്തരം, ഇടത്തരം, ആദ്യവസാനം അത്യാവശ്യം കെട്ടാന്നുള്ള ഒരു നിലയ്ക്ക് എത്തി ഇറങ്ങിയപ്പോൾ പുറമെ കളികൾ ധാരാളം ഏറ്റിയിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ കളി നടത്തിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഗാന്ധി സേവാ സദനം. കലാമണ്ഡലം പോലും ഇല്ല എന്നുള്ള, കോട്ടക്കിൽ പോലും ഉണ്ടായിരുന്നില്ല. അത്രയും കഥകളി നടത്തിയിരുന്നു. അതിന് കോപ്പ് വേണ്ടേ? അതിന് ആദ്യമൊക്കെ വാടകയ്ക്ക് എടുത്തിരുന്നു. പിന്നെ നാറീരി മനക്കിലെ കോപ്പ് വിലയ്ക്ക് വാങ്ങുകയാണ്. അത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഒരു കൂട്ടം കോപ്പ് എന്ന് പറഞ്ഞാൽ 5 കിരീടം, 2 കൃഷ്ണമുടി, 1 കാട്ടാളമുടി, 1 നാരദമുടി, അങ്ങനെയുള്ള 2 കുറ്റിച്ചാമരം, ഇങ്ങനെയുള്ളതൊക്കെ പാടെ 8500 ഉറുപ്പ്യക്കാണ് അന്ന് വാങ്ങിച്ചത്. ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു മുഴുവൻ കഥകളിക്കോപ്പ് 8500 രൂപയ്ക്ക്. അത് നാറേരി മനയ്ക്കുന്ന തമ്പുരാന്റെ ഈ ഓളം പിന്നെ മൂന്നരാജാവിന്റെ പിന്നെ ഇതിന്റെ മുകളിൽ അദ്ദേഹം വാങ്ങിക്കുക. അങ്ങനെയാണ് ആദ്യം സാധനത്തിന് കോപ്പ് ഉണ്ടാവുന്നത്. അതിന് രാമവാര്യർ, കൃഷ്ണവാര്യർ എന്നിവ 2 പേര് പിന്നെ ഇത് നേരേക്ക റിപ്പയർ ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക്. അതിനൊക്കെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളുടെ അഭ്യാസകാലത്ത് ഒഴിവ് സമയത്ത് അവിടെ പോയിരുന്നിട്ട് അതൊക്കെ നേരേക്കണം, അതൊക്കെ അതിനൊക്കെ അതിന് വേണ്ട ഇതൊക്കെ ചെയ്ത് പഠിക്കണം. അങ്ങനെ ഞാൻ അത് ചെയ്തിരുന്നു. ചൊട്ടി പഠിപ്പിച്ചിരുന്നു അങ്ങനെ അതൊക്കെ. അപ്പൊ അങ്ങനെ അതിനൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു സമയം വെറുതെ കളയിലുണ്ടായിട്ടില്ല. അത് രാവുണ്ണി നാരാശാന്റെ അഭ്യാസം കഴിയുന്ന അദ്ദേഹം അവസാനം മരിക്കുകയാണ്. മരിക്കുന്നവരെ ശരിക്കും പറയാച്ചാൽ രാവുണ്ണി നാരാശാനാണ് ഞങ്ങളെ ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. അത് മറക്കാൻ വയ്യ. അതിപ്പോ അധികം ആൾക്കാർക്ക് അറിയാത്തത് കാരണം അവര് പറയില്ല. ഇപ്പൊ കുമാരനാരാശാൻ അങ്ങനെയല്ല എന്നുള്ളതല്ല. പിന്നെ കുമാരനാരാശാൻ വന്നപ്പോ വാസ്തവത്തില് ആശാന് അത്രത്തോളം അധ്വാനം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ അത്ര അധ്വാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഏതാണ്ടൊക്കെ അജാൻ അങ്ങനെ മുമ്പിൽ ഇരുന്നാ മതി, ഞങ്ങളൊക്കെ കളിക്കും എന്നുള്ളതാണ്. പക്ഷേ അതില് ഞങ്ങൾക്ക് പഠിച്ചാ പോരല്ലോ, ഞങ്ങൾ മാത്രം കളിച്ചാ പോരാ. അതിനെന്താ വെച്ചാൽ ഇത് പഠിപ്പിക്കാനും കൂടി ആവണം, വേറൊരാളെ ചൊല്ലി പഠിപ്പിക്കാനും കൂടി അതെ ആവണം. അതിനുള്ള എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞു കൊടുത്തിട്ടും ജൂനിയർ ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യിപ്പിച്ചിട്ടും ആശാന്റെ ദൃഷ്ടിയിൽ അത് കുമാരനാരാശാനാണ് ഉണ്ടായിരുന്നു. കുമാരനാരാശാൻ വന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക, അതൊക്കെ ആശാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട് ദേഷ്യപ്പെടാനും ആശാന്റെ കൂട്ടത്തിൽ മുട്ടിയെടുക്കാനൊന്നും പാടില്ല, ദേഷ്യപ്പെടാനൊന്നും പാടില്ല. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ 10 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആശാൻ പറഞ്ഞു തന്നിട്ട് ടീച്ചിങ് മെത്തേഡും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. കുമാരനാരാശാന്റെ ഒരു പഠിപ്പിക്കുന്ന രീതി എങ്ങനെയായിരുന്നു? നല്ല ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു? അദ്ദേഹം പഠിപ്പിക്കുന്ന രീതി ചൊല്ലിയാണ് ഭാഷ അങ്ങനെ കാണിക്കുക, അത് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുക എന്നുള്ളതല്ലായിരുന്നു. ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും ഞങ്ങളുടെ പിന്നെ കുറവുകളൊക്കെ ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യുക. എന്താ കൃഷ്ണകുട്ടി അത് അവിടെ ശരിയായി തോന്നുന്നുണ്ടോ? ഇല്ല, എന്നാ നോക്കൂ ശരിയാവട്ടെ എന്നും പറഞ്ഞ ഒരു 10 പ്രാവശ്യം അദ്ദേഹം. ഇതായിരുന്നു ആശാന്റെ ഒരു പ്രയോഗം. അങ്ങനെ ഞങ്ങൾക്ക് സംശയങ്ങൾ തീരുക, സ്വയം ചെയ്ത് പരിഹരിക്കപ്പെടുകയാണ്. പിന്നെ ആശാന്റെ ഒരു നിയമം ഇപ്പൊ ചൊല്ലിയാട്ടാണ് കഴിഞ്ഞ അങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ല. ഉടനെ അങ്ങേപ്പുറത്ത് വന്നിട്ട് പാട്ടുകാരുടെ കൂടുന്ന ഏൽത്താളോ തേങ്ങല എടുത്തിട്ട് താളം പിടിക്കുക, അത്യാവശ്യം പാടാനും നോക്കുക. കാരണം ഈ പാടിയിട്ട് ശ്രുതിയിൽ പാടി രാഗം വന്നു എന്നുള്ളതല്ല ആശാന്റെ പ്രയോഗം ഉണ്ടായിരുന്നത്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ.
അതിന് സ്വന്തമായിട്ട് മുട്ടി ഉപയോഗിച്ചിട്ട് അങ്ങനെയായിരുന്നു അത്രേ രാവുണ്ണിമേനോൻ ആശാൻ. അദ്ദേഹത്തിന്റെ കൊട്ടാനും വശമായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹം താളം പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ചെണ്ടക്കാരൻ്റെയോ മത്തളക്കാരൻ്റെയോ ആവശ്യം വേണ്ടി വന്നിരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്കും വരണം. ഇപ്പോൾ എനിക്ക് അതിനൊരു ഉദാഹരണം, കുമാരേട്ടൻ ഇതിൻ്റെ മാനേജർ അവിടെ സ്കൂളിൽ അധ്യാപകനായിട്ട് ഒരു ആളെ വേണം. അപ്പോൾ ചെണ്ടയ്ക്കും മദ്ദളത്തിനും അവിടെ ആളെ ആക്കി, വേഷത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞ കുമാരേട്ടൻ പറഞ്ഞു ആശാനോട്, നമ്മുടെ കൃഷ്ണൻകുട്ടിയില്ലേ, കൃഷ്ണൻകുട്ടി ആവട്ടെ സ്കൂളിലേക്ക്. അപ്പോൾ 2 കൊല്ലം എനിക്ക് സ്കോളർഷിപ്പുള്ള കാലമാണ്, ഒരു 2 മാസം എനിക്കുണ്ട്. അപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ആശാനൊന്ന് ഒപ്പിടും, കൃഷ്ണകുട്ടിക്ക് ആവാലോ പിന്നെ ഉദ്യോഗം എന്ന് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞ മറുപടിയാണ്, അവനെ അങ്ങനെ സ്കൂളിലെ അധ്യാപകനായി വിടാനല്ല ഇത്രയും കഷ്ടപ്പെട്ടത്, അവന് കളരിയിലെ ആശാനാവണം എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ പഠിപ്പിക്കലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ കറ തീർത്ത് കൊണ്ടുപോവുകയാണ് കുമാരനാരാശാൻ വന്നിട്ട്. അത് ഞങ്ങളെല്ലാവരും അതെ, ബാലകൃഷ്ണനെ അതെ, രാമൻകുട്ടി അതെ, എന്നെ അതെ, നരിപ്പറ്റി അതെ, ഒക്കെ ഞങ്ങളെ കറ തീർത്ത് ഓരോ ഭാഗവും. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ ആശാനോട് പറഞ്ഞെന്ന് ഞങ്ങളങ്ങോട്ട് ചെയ്യുക എന്നുള്ളതല്ല, ഞങ്ങൾ ചെയ്തിട്ട് ശരിയാവാന്നുള്ളൊരു വഴിയാണ്. പിന്നെ ആശാന്റെ ആദ്യകാലത്തെ വേഷങ്ങളും ഈ ഒരു ആദ്യാവസാന വേഷങ്ങളൊക്കെ കെട്ടി തുടങ്ങിയതും ഒക്കെ ഒന്ന് ഓർമ്മിക്കാം. എങ്ങനെ ആദ്യത്തെ വേഷങ്ങൾ? എനിക്ക് അന്ന് ഒരു കഥകളിക്ക്, ആ ഭാഗത്തുള്ള ഒരു കഥകളിക്ക് എല്ലാ കളികൾക്കും ആശാന്മാർ കുട്ടികളെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഇപ്പം രാവുണ്ണിമേനോൻ ആശാന്റെ കൂടെ ഞങ്ങൾ ചില ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊച്ചാശാനും ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും വേഷം വേണം അവരാണ് നിശ്ചയിക്കുകയാണ്. അന്ന് അപ്പളേക്കപ്പളം നിശ്ചയിക്കുകയാണല്ലോ വേഷം. അങ്ങനെ ആശാന്മാർ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയിരുന്ന ഒരു കാലം. അപ്പം അവിടെ ചെല്ലുമ്പോൾ കുഞ്ചുനാരാശാൻ, രാവുണ്ണിനാരാശാൻ, രാമൻകുട്ടി നാരാശാൻ, കൽപ്പനാശാൻ, ഈ കോവേട്ടം വരെ ഉള്ള ആൾക്കാരൊക്കെ കാണാം അവിടെ. അതിൻ്റെ കൂട്ടത്തിലാവും ഞങ്ങളുടെ വേഷം. നിങ്ങൾ ചെറിയ ചെറിയ കുട്ടിത്തരം, ചിലപ്പോൾ കുട്ടിത്തരം വേഷമാവും, ചിലപ്പോൾ അതിൻ്റെ ഇടത്തരം വേഷങ്ങളാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സുഭദ്രാഹരനാണ് ഒരു കഥ വിചാരിച്ചാൽ നളയരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഈ ഇപ്പോൾ കാലയുഗതാണ് വിചാരിച്ചാൽ ആ മാതലി ഇന്ദ്രൻ ഞങ്ങളുടെ ആരെങ്കിലും ആവും. മാതലി ഇതുമാതിരി കുറച്ചും കൂടി സീനിയർ ആളുടെ ആവും. അർജുനൻ പിന്നെ ആശാന്റെ ആവും. ഇന്ദിരാണി ഇതേമാതിരി തന്നെ ഒരു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടരാവും. അങ്ങനെ ഇവരുടെയൊക്കെ ഇടയിൽ കൂടെ പരിചയിച്ചും കൊണ്ടാണ് ഞങ്ങളുടെ തുടക്കം. അങ്ങനെ അതുകൊണ്ട് എന്താ ഗുണം ചോദിച്ചാൽ അന്നുള്ള ആ തെറ്റും കുറ്റങ്ങളൊക്കെ ആ ആശാന്മാരനെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതിന് പിന്നെ ആശാൻ പറഞ്ഞു തരുന്നില്ല. ഇപ്പൊ രാമകൃഷ്ണന്റെ കൂടെയാണ് വേഷം കെട്ടിയെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അദ്ദേഹം തിരുത്തും എന്നുള്ളതാണ് രംഗത്ത്. കുമാരനാരാശാൻ അതാണ്, ശിക്ഷയല്ല, അത് പിറ്റേ ദിവസം പറഞ്ഞു വന്ന് ഞങ്ങൾ തിരുത്തും. അങ്ങനെ കുട്ടിത്തരം വേഷങ്ങളിലും ഇടത്തരം വേഷങ്ങളിലും അത്യാവശ്യം ആദ്യാവസാന വേഷത്തിലേക്കാണ് കയറും. അപ്പോഴേക്ക് എന്താ വെച്ചാൽ ചില ദുര്യോധനത്തില് രൗദ്രി വേമൻ, ദുര്യോധനത്തിൽ കൃഷ്ണൻ, ഇതൊക്കെ അങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ രംഗപരിചയം കൂടി ഞങ്ങൾ ഈ ആശാന്മാരുടെ കൂടെയാണ് ഞങ്ങളുടെ സഹവാസം. അപ്പോൾ എല്ലാ ആശാന്മാരും ഞങ്ങൾക്ക് ആശാന്മാരായിരുന്നു. അത് അവരുടെ കൂട്ടത്തിൽ നടന്നിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ആ ഒരു സദനത്തിൽ നിന്ന് അഭ്യസനം പൂർത്തിയാക്കി ഇറങ്ങിയതിന് ശേഷം പിന്നെ ആശാന്റെ ഒരു കഥകളി ജീവിതം എങ്ങനെയുണ്ടായത്? പിന്നെ അത് ഈ പഠിച്ചിറങ്ങുക എന്നുള്ള ഒരു വാക്ക് സ്വതേ സദനത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. എന്താ അത് കാരണം വെച്ചാൽ പഠിച്ചിറങ്ങുക എന്നുള്ളപ്പോ ഗുരുവായൂരൊക്കെ കണ്ടില്ലേ, അവിടെ തന്നെ അവരവിടെ തന്നെ അങ്ങോട്ട് ലയിക്കുകയാണ്. അതേമാതിരി തന്നെയാണ് ഏതാണ്ട് സദനത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പോവുക, പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നീ എന്താന്നുള്ള ചിന്തിക്കേണ്ട വരുന്നില്ല. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു കാലത്ത് കുമാരേട്ടൻ ചോദിച്ചതാണ്, കൃഷ്ണൻകുട്ടി എന്നാടോ നമുക്ക് സദനം കൃഷ്ണൻകുട്ടി, സദനം രാമൻകുട്ടി, സദനം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ടാവുക എന്ന അന്ന് കുമാരേട്ടൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അത് ഞങ്ങൾ ശരിക്കും രംഗത്ത് കൊണ്ടുവന്നിട്ടാ അവിടുന്ന് അഥവാ പോരേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ എല്ലാവരും സദനക്കാരായി. കാരണം അന്നൊക്കെ സദനം ട്രൂപ്പിന്റെ കളി നോക്കുമ്പോൾ വാഴങ്കട കുഞ്ചു നായരാശാൻ, കലാമണ്ഡലൻ രാമൻകുട്ടി നാരാശാൻ, ഈ സദനത്തിലുള്ളവരൊന്നും കാണാനില്ല.
അത് ആശാൻ ഇങ്ങനെ കുമാരേട്ടന് വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അഭ്യാസം കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ ഞങ്ങൾ ഒരേ പ്രായക്കാരായി 30-35 വയസ്സായി. അങ്ങനെ കഴിഞ്ഞു. അദ്ദേഹം പിന്നെ ഇനി എന്താ വെച്ചാൽ അപ്പം ആ കാലത്തും എനിക്ക് തെക്കൻ നാട്ടിൽ എന്ന് വെച്ചാൽ ഈ തെക്കൻ നാട് എന്ന് പറയുമ്പോൾ ഈ ഭാരതപ്പുഴയുടെ ഇങ്ങോട്ട് തെക്കോട്ട് കിടക്കുക എന്നുള്ളതാണ് ഇതിന് തെക്കൻ നാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തെക്കൻ നാട്ടിൽ കൊല്ലം സൈഡിലൊക്കെ ധാരാളം കളികൾ അന്നൊക്കെ ആശാന്മാർ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. രാവണിനാരാശാനും ഈ കൃഷ്ണകുട്ടിപ്പോൾ ആശാനും അടക്കം കൊണ്ടുപോയിരുന്നു. എന്നെയൊക്കെ ഉപയോഗിച്ചിരുന്നു. അവിടെ അങ്ങോട്ട് കൊണ്ടുപോയത് അങ്ങനെ കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, കുട്ടി വന്നിട്ടുണ്ട്, അയാൾ എന്തെങ്കിലും വേഷം വേണമെന്ന് ആശാന്മാർ നിർബന്ധിച്ച് വെക്കുക. അങ്ങനെ എന്നെ കൊണ്ടുപോയി. പിന്നെ ഉണ്ടായ ഒരു ചരിത്രം സദനം എന്നുള്ള പേരിൽ കൃഷ്ണകുട്ടിയാശാനായി മാറി എന്നുള്ളതാണ്. കലാമണ്ഡലം കൃഷ്ണനാരാശാൻ എന്ന് പറഞ്ഞ പോലെ. അയ്യോ ഈശ്വര, എങ്കിലും എന്നെ അവരൊക്കെ കൊണ്ടുപോയി ആ ആശാന്മാർക്ക് നല്ല ഉത്തരവാദിത്തമായിരുന്നു ശിഷ്യന്മാരില്. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളെ എന്നെ കൊണ്ടുപോയി അങ്ങനെ പല ദിക്കിലും പ്രയോഗിച്ച്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ശരിക്കും സജീവമായി പണിയെടുത്തിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു കുറവ് വരുത്താണ്ട് അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ വെച്ച് അപ്പൊ രൗദ്രീവന കിട്ടിയാൽ അത് ഭംഗിയാക്കുക. വേറെ ഒരു ഏത് വേഷം കിട്ടിയാൽ അല്ല, അന്നൊക്കെ ഇങ്ങനെ ഒരു കഥകളി നടൻ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോ ഏതെങ്കിലും ഒരു തരം വേഷങ്ങളിലേക്ക് ഇങ്ങനെ മാറ്റുക, അങ്ങനെ പല ആശാന്മാരും ചെയ്തിരുന്നല്ലോ. പക്ഷെ ആശാന്റെ കാര്യത്തിൽ അന്ന് തന്നെ ഇങ്ങനെ എല്ലാ വേഷവും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതെ, എല്ലാ വേഷം. അതെ, അത് ആശാന്മാരെ അത് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഈ ആശാന്റെ കാഴ്ചപ്പാടില് ഏത് വേഷമായാലും വേണ്ടില്ല, പറ്റില്ല എന്ന് പറയരുത്. അത് കെട്ടണം. പിന്നെ അത് നന്നല്ലേ തീരുമാനിക്കേണ്ട ഒരു ഓഡിയൻസാണ്, അല്ലച്ചാൽ കാണികളാണ്. അല്ലച്ചാൽ അതിനെപ്പറ്റി ഇത് ഇവന്റെ ശരിയാവില്ല അത് എന്ന് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കേണ്ട ഇത് വരുന്നില്ല. അപ്പൊ അത് എല്ലാ വേഷങ്ങളും എന്ത് വേഷമായാലും കെട്ടണം. അപ്പൊ നമ്മുടെ സദനത്തിലെ ബാലകൃഷ്ണന്റെ പിന്നെ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു ഒരു കാലത്ത്, സന്താന കാലത്തില്. രാവണിയാരാശാന്റെ ബ്രാഹ്മണൻ, എന്റെ അർജുനൻ, പിന്നെ ബാലകൃഷ്ണന്റെ ബ്രാഹ്മണ സ്ത്രീ. എന്താ അതിലുള്ളത് ചോദിച്ചാൽ ഉണ്ടാക്കിയിരുന്നു അയാള്. അതുമ്പിൽ പേരുണ്ടാക്കിയിരുന്നു. അങ്ങനെ കുറെ കാലം അങ്ങനെ ഓരോ പല വേഷങ്ങളും ഇങ്ങനെ. പിന്നെ പല ആശാന്മാരും ഇപ്പൊ പുരുഷവേഷം അല്ലെങ്കിൽ സ്ത്രീ വേഷം ഇങ്ങനെ. അപ്പൊ ആശാനെ പോലെ ഈ പിന്നെ ഒരു ഘട്ടത്തിൽ എന്തും ചെയ്യുന്ന ഏത് തരം വേഷങ്ങളും ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഒരു ആശാൻ അപൂർവമായിരുന്നല്ലോ. അപ്പൊ അന്ന് തന്നെ അങ്ങനെ സ്ത്രീവേഷവും കൃഷ്ണവേഷവും കാട്ടാളിനും പെൺകരിയും മറ്റേ കത്തിയും പച്ചയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. ഇതില് വേണമെങ്കിൽ പറയാം, സ്ത്രീവേഷം മാത്രം അധികം എന്നെ കൊണ്ട് പിന്നെ കെട്ടിച്ചിരുന്നില്ല. ചൊല്ലിയാടണം. അഭ്യാസ സമയത്ത് അർജുനൻ ഈ ഭാഗത്ത് ചൊല്ലിയാടിയാൽ മാതിലി അങ്ങേപ്പുറത്ത് നിന്നൊരു ചൊല്ലിയാടണം. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് വരുമ്പോ പിന്നെ അയാള് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ മാറുകയാണ്. അർജുനും മാതലിയും. അപ്പൊ അർജുനൻ അങ്ങേപ്പുറത്ത് ചൊല്ലിയാടിയാൽ ഉടനെ മാതലി ചൊല്ലി പറഞ്ഞ അങ്ങേപ്പുറത്ത് കയറി നിന്നിട്ട് ആറി നിന്നിട്ട്. അല്ലാണ്ട് ഞാൻ അർജുനാണോ കെട്ടണം, മാതലിയും കെട്ടണം. അവിടെ രാമകൃഷ്ണന്റെ ശലജോത്തിന് വേണ്ടി എന്റെ മാതലി ഉണ്ടായിട്ടുണ്ട്. എന്റെ പിന്നെ ഓപ്പൺ ബോഡിക്ക് അത് ശരിയല്ല, അതൊരു സുഖം പോരാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് പിന്നെ കളിച്ചോളണം. അങ്ങനെ കൃഷ്ണനാരാശാന്റെ പിന്നെ നാളെ അർജുന് എന്റെ മാതലി ഉണ്ടായിട്ടുണ്ട് തൃപ്പൂണിത്തുറ ഉത്സവത്തിനൊക്കെ. അപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ എല്ലാ വേഷങ്ങളും കെട്ടണം. അത് അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് അവര് നിശ്ചയിക്കും. നമ്മള് ശിരസാ വഹിക്കുക, പ്രയോഗിക്കുക. അങ്ങനെ ആയിരുന്നു എല്ലാവരും. അത് രാവണിയാരാശാനും അതെ, കുമാരനാരാശാനും അങ്ങനെയായിരുന്നു. അങ്ങനെ ആശാൻ അങ്ങനെ ചെയ്യും, അത് വേറെ വിഷയം. ഞങ്ങൾ ചെയ്യുന്നുള്ളതാണ്, ഞങ്ങളെല്ലാവരും അതെ. പക്ഷെ അത് മാറിപ്പോണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ സാഹചര്യം എനിക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. എനിക്ക് തെക്കനാട്ടിലായാലും ശരി, വടക്ക് എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അത് ഇന്നലെ വരെ എനിക്ക് പരാജയം വന്നിട്ടില്ല. അല്ല, അതിപ്പോ ആശാൻ ഞങ്ങളുടെ പോലെ പുതിയ ആസ്വാദകർ പോലും ആശാന്റെ സ്ത്രീവേഷം വരെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിതി. അതിന് കാരണം ഉണ്ടായത് ഈ സ്ത്രീവേഷം അധികം ഇല്ലാത്തതുകൊണ്ട് ഇത് അതിന്റെ കുറവ് നികത്തിയത് കലാമണ്ഡലം കൃഷ്ണകുട്ടിപ്പോൾ ആശാന. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹത്തിന്റെ സഹൃദയ സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം അവിടെ തുടങ്ങി വെള്ളിനഴി വെച്ചിട്ട്. അപ്പൊ അതിന് ശിവരാമൻ ഏട്ടനാണ്
സ്ത്രീവേഷം വല്ല ആവശ്യം വന്നാൽ വിളിക്കുക. അത് എല്ലാ സമയത്തും കിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഒളപ്പോണ്ടൊരു ഒരു അമ്പ ചിട്ടപ്പെടുത്തലുണ്ടായി. അപ്പൊ അതിൽ അമ്പ കെട്ടണ വെച്ചപ്പോൾ ഇയാളെ ഈ പിന്നെ ശിവരാമേട്ടനെ അങ്ങനെ കിട്ടി ഇത് വരില്ല. കാരണം അങ്ങ് തിരക്കുള്ള ആളാണ്, അതൊക്കെ ദിവസേന കളിയൊക്കെ ഉള്ള നല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇനി എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഒളപ്പോണ്ടത്തെ OMCയോട് തമ്പുരാനോട് ചെന്ന് ചോദിക്കുകയാണ്, എന്താ ഇപ്പോൾ അപ്പോൾ കാവുമ്പുരാനും ഉണ്ട് അവിടെ. കാവുമ്പുരാന്ന് പറഞ്ഞ ഒളപ്പോണ്ണ. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. എന്താ ഇപ്പോൾ വേണ്ടത് കാവേ? പിന്നെ അമ്പ ചിട്ടപ്പെടുത്തണം എന്നുണ്ട് കൃഷ്ണകുട്ടി പോളക്ക്. അപ്പൊ അതിനിപ്പോ ഒരു അമ്പ വേണം. അതിന് എന്താ വേണ്ടത്? അതിനിപ്പോ ആരെയും കിട്ടും? ശിവരാമനെ കിട്ടാനും അല്ലേ. ഒരു കാര്യം, നമുക്ക് കൃഷ്ണകുട്ടിയെ കൊണ്ടൊന്ന് നോക്കുക. അയാളിപ്പോ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അയാളെ കൊണ്ടൊന്ന് കെട്ടിച്ചു നോക്കുക എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കി ആ കൃഷ്ണകുട്ടി പോളാശാൻ. നമുക്കിത് വല്ലതും അറിയൂ? ഞാനത് എൻ്റെ കൈ കിട്ടിയപ്പോൾ അതിൻ്റെ കൃഷ്ണകുട്ടി പോളാശാന്റെ അഭ്യാസവും ഇതൊക്കെ പാടെ കൈ കിട്ടിയപ്പോൾ ഞാനത് അങ്ങോട്ട് വാങ്ങിയ. അന്ന് ഒളപ്പോണ്ട തമ്പുരാനും കാവുമ്പുരാനും കൃഷ്ണകുട്ടി പോളാശാൻ തെറ്റില്ല, ഇവനെ കൊണ്ടാവാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ സ്ത്രീവേഷത്തിലേക്കാണ് കയറാൻ. അതോടുകൂടി ചില പൂതനാമോക്ഷത്തിൽ എഴുതാം, നരകാസുരത്തിൽ എഴുതാം, കർമ്മരത്തിൽ എഴുതാം. ഇങ്ങനെയുള്ള സ്ത്രീവേഷങ്ങൾ മുഴുവൻ അങ്ങോട്ട് കെട്ടിത്തെറി. അങ്ങനെ കെട്ടി പിന്നെ അതിനൊരു വഴിയുണ്ടാക്കിയത്. ഇനി ആശാൻ ആ ഒരു കാലം വിട്ടിട്ട് നമുക്ക് പൊതുവെ കഥകളിയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ആശാന്റെ വേഷങ്ങളിലെ ചില വേഷങ്ങൾ പ്രത്യേകമായിട്ടുള്ള ആശാന്റേതായ വഴിക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് പരശുരാമൻ. ഇപ്പോൾ രാമകുട്ടിയാരാശാന്റെ വഴിയിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു രവിവർമ്മ ചിത്രത്തിൻ്റെയൊക്കെ മാതൃകയിലുള്ള പരശുരാമനും അതിൻ്റെ ആട്ടവും രംഗത്ത് പ്രചാരത്തിലുള്ള സമയത്ത് തന്നെ ആശാൻ മറ്റൊരു രൂപത്തിൽ ആണ് അതിൻ്റെ ആഹാര്യവും വേഷവും രീതിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിലെ ഒരു യുക്തിയും ഇതൊന്ന് പറയാമോ? അതെ, വാസ്തവത്തിൽ ഇപ്പം എൻ്റെ ഈ പ്രായക്കാർക്കൊക്കെ ഈ രാമകുട്ടിയാരാശാന്റെ അല്ലച്ചാൽ വെള്ളത്തോള് ഈ ഭാവനയെ കണ്ട ഒരു പരശുരാമൻ എന്ന് ഞങ്ങൾ കാണുന്നത് രാമകുട്ടിയാരാശാന്റെ അങ്ങനെയുള്ള പരശുരാമനാണ്. രാമകുട്ടിയാരാശാന്റെ പരശുരാമൻ, അത് കഴിഞ്ഞപ്പോൾ വാസുപിഷാരുടെ പരശുരാമൻ, അങ്ങനെ 12 കൊല്ലം, അങ്ങനെ വൈക്കം കരുണാകരൻ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ പിന്നെ പരശുരാമനാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് മറ്റൊരു രൂപത്തിലായിരുന്നു എന്നൊന്നും. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുമാരനാരാശാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് ചന്തുപ്പണിക്കരാശാന്റെ പരശുരാമൻ ഇങ്ങനെയായിരുന്നു. എന്നാൽ ഞങ്ങളോടൊക്കെ ആശാന്റെ ഒരു വേറൊരു ഗുണം എന്താ വെച്ചാൽ, സമയം കിട്ടിയാൽ കഥകളിയെ പറ്റിയിട്ടുള്ള ഒരു സംസാരം അല്ലാതെ കൊണ്ട് കുമാരനാരാശാൻ വേറൊരു സംസാരം പതിവില്ല. പിന്നെ അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബകാര്യങ്ങൾ ചോദിക്കാനല്ലാതെ കണ്ട് വേറെ യാതൊരു സ്ഥിതിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആശാൻ പറയേണ്ടതായിട്ടുണ്ട്, ഇങ്ങനെ ചന്തുപ്പണിക്കരാശാന്റെ പരശുരാമൻ കേമായിരുന്നു, അതിൽ എൻ്റെ ശ്രീരാമൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യപ്പെടലൊക്കെ പാടെ കാണുമ്പോൾ ഞാൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട് രംഗത്ത് എന്ന് ഒരു വാക്കൊക്കെ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കേട്ടു, അത്ര പേടിക്കണ്ടായുള്ളൂ. പിന്നെ ഇതിനടുത്ത കാലത്ത് ഒരു 10 കൊല്ലം മുമ്പേ നമ്മുടെ CMC നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞ ഈ സീൻസോട് കൂടി കഥകളി നടത്തിയിരുന്ന ലക്കിടി ഉള്ള ഒരു തിരുമേനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ CMD നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ, അദ്ദേഹം ശ്രീരാം പോളിടെക്നിക്കിലെ ലെക്ചറായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 70ാം പിറന്നാളിന് ഇവിടെ ക്ഷണിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം മകൻ കൂടിയാണ് ക്ഷണിക്കാൻ വന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെയുള്ളതെന്ന് ഇപ്പം എനിക്കറിയില്ല. ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ വന്നോളാം, അന്ന് കളികൾ പ്രത്യേകിച്ച് കളിയൊന്നുമില്ല. ഞാൻ മുമ്പേ പരിചയമുള്ള ആളാണ്, നല്ലൊരു സഹൃദയൻ, നല്ലൊരു ഇതായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നെ വലിയ കാര്യം. അങ്ങനെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ പോരാ, അന്ന് കളിയുണ്ട്, വേഷം കെട്ടണം. ഓ അതിനെന്താ, ഞാൻ വേഷം കെട്ടാം, എന്താ അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ വേഷം കെട്ടിയാൽ പോരാ, ഒരു എൻ്റെ ആഗ്രഹപ്രകാരം ഒരു പരശുരാമൻ കെട്ടണം. അപ്പോഴും ഞാൻ പറയണ്ടേ, ഓ പരശുരാമനാവാം, അതിനെന്താ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പരശുരാമൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ രാമകുട്ടിയാരാശാന്റെ രൂപത്തിലുള്ള അത് കെട്ടിയിട്ടുണ്ട്, കളിച്ചിട്ടുമുണ്ട്. ഇവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പല ദിക്കിലും രാമകുട്ടിയാരാശാന്റെ രൂപത്തിലുള്ള ആ
ആശാന്റെ പരശുരാമന്റെ രൂപത്തിലുള്ള വേഷം കെട്ടി കളിച്ചിട്ടുണ്ട്. അതും രാമകൃഷ്ണനാണ് ആദ്യത്തെ എനിക്ക് പരശുരാമൻ കെട്ടാനുള്ള സന്ദർഭം ഉണ്ടാക്കി തന്നത്. അദ്ദേഹം ഒരു കളി കേട്ടിട്ട് ചെല്ലാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നെ പകരത്തിന് പറഞ്ഞയക്കാം. അപ്പോൾ പകരത്തിന് പള്ളത്ത്, കോട്ടയം പള്ളത്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പരശുരാമനാ വേഷം. അപ്പോൾ അദ്ദേഹം ഒരു ബാഗ് തന്നയച്ചു, അതിൽ ആശാന്റെ കോപ്പുണ്ടായിരുന്നു. അത് പരശുരാമനാ വേഷം, നീ അത് കെട്ടിക്കോ, അങ്ങോട്ട് കളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ രൂപത്തിൽ അതൊക്കെ ഒന്നും കുഴപ്പമില്ല, അങ്ങോട്ട് കളിച്ചോ, പള്ളം മാധവനൊക്കെ അവിടെ ഉണ്ട്, കെട്ടിച്ചു കളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പരശുരാമൻ, അങ്ങനെ ആദ്യത്തെ പരശുരാമൻ കിട്ടണം. അപ്പോൾ എനിക്ക് അത് എന്താന്ന് മനസ്സിലായി. പിന്നെ ഇതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു വേഷങ്ങളാണ്. അതുമ്പിൽ നിറവുണ്ടാക്കലൊക്കെ അവനോ ചെയ്യേണ്ടതാണ്. ഒക്കെ ഞാൻ ഉണ്ടാക്കി അങ്ങനെ അത് കളിച്ചു. അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ അതും ആവാന്ന് പറഞ്ഞു. അങ്ങനെ പോരാ, ഇങ്ങനെ പഴയ ഒരു സമ്പ്രദായത്തിലൊരു പരശുരാമുണ്ട്, അതുമാതിരി അത് അവതരിപ്പിച്ചാൽ തിരക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നിങ്ങനെ ആലോചിച്ചു എന്താ വേണ്ടത്. അപ്പം അന്ന് കുമാരനരേശൻ ഉള്ള കാലമാണ്, 10 കൊല്ലം മുമ്പേ. അട്ടെ ഈ എന്ത് സംശയങ്ങളും തീർത്തു തരുന്ന ഒരു ഗുരുനാഥനാണ് കുമാരനരേശൻ. അതാണ് കുമാരനരേശനോട് ഞങ്ങൾക്ക് വേറൊരു ഇതല്ലേ, എന്ത് സംശയം ചോദിച്ചാലും അദ്ദേഹം അത് പ്രാക്ടിക്കലായിട്ട് നമ്മളെ കൊണ്ട് ആ സംശയം തീർക്കും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ആശാണ്ടല്ലോ, ആശാനോട് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല. അപ്പം അതെങ്ങനെയാന്നുള്ളത് ചോദിക്കാം. എനിക്കത് ആശാൻ പെട്ടെന്ന് മരിച്ചു. അപ്പം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചില്ല. ആദ്യം ആശാൻ വയ്യ, ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ICUവിലാണ് എന്ന് പറഞ്ഞോട് ആദ്യം എൻ്റെ മനസ്സിലോടിയതാ, ഈശ്വരാ നീ ആരോടാ അത് ചോദിക്കുക, ഇപ്പോൾ രാമകൃഷ്ണനോട് ചോദിച്ചാൽ പറ്റില്ലല്ലോ, ആശാൻ ദേഷ്യം പറ്റില്ല. അപ്പോൾ രാമകൃഷ്ണനൊക്കെ ഉള്ള സമയമാണ്, രക്ഷയില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ തന്നെ കുമാരനരേശൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ ഇതിനെ പറ്റിയിട്ട് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. പരശുരാമൻ എന്ന് പറഞ്ഞ രൂപം എന്ന തരത്തിലാണ്. ശരി, എനിക്ക് സമാധാനമായി. അത് വെച്ചുകൊണ്ട് അങ്ങനെ ആ ഇതിലാ വേഷം കിട്ടുക. ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ 70ാം പിറന്നാളിന് ഞാൻ അവിടെ, അന്ന് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർ ആരൊക്കെയെന്നുള്ളത് മാടമ്പി ആരൊക്കെയായിരുന്നു, എങ്കിലും അത് ഭംഗിയായിട്ട് കഴിച്ചു. അന്ന് നല്ലൊരു അഭിപ്രായം വന്നു, അദ്ദേഹത്തിന് സമാധാനമായി. അതോടുകൂടി ഒരു 6-7 തവണ എനിക്ക് തരാം, 8-10 ഉണ്ടായി ആ വേഷത്തിൽ. പക്ഷെ അത് ഇനി പറ്റുന്നു എനിക്ക് തോന്നില്ല, കാരണം 10 കൊല്ലം മുമ്പേത്തെയാണത്. അത് ദുബായിലടക്കം ഉണ്ടായി. അതാ എനിക്ക് വലിയൊരു, അന്നൊക്കെ നല്ലൊരു അഭിനന്ദനങ്ങളാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അത് വേഷത്തെങ്കിലേ ഉള്ളൂ വ്യത്യാസം, പണിയൊക്കെ പ്രവൃത്തിയിൽ ഒരു വ്യത്യാസമില്ല. അപ്പൊ അങ്ങനെ പ്രായത്തിനനുസരിച്ച് പിന്നെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വിഷമം തോന്നുക. അതാ ഇപ്പൊ ഒന്നും ഇങ്ങനെ പിന്നാക്കാൻ. അടുത്ത ദിവസം ഉണ്ടായി എനിക്ക് ചെങ്ങന്നൂർ വെച്ചിട്ട് ഉണ്ടായി. എനിക്ക് ദുബായിലെ ആ കളിയാണ് ഏറ്റവും യേശുദാസും ആരൊക്കെ ഒന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു, വളരെ നന്നായിട്ടുള്ള നല്ല ഓഡിയൻസും. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ അതാണ് അത് പുറത്തേക്ക് വരാൻ കാരണം ഉണ്ടായത്. അങ്ങനെ അത് അവതരിപ്പിച്ചു. അത് ഇനിയിപ്പോൾ അതിനൊക്കെ വലിയ തരത്തിലുള്ള ഇതുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിലൊന്നൊക്കെ അത് ശരിയാണോ തെറ്റാണോ അതൊക്കെ വേറെ വിഷയം. എങ്കിലും ഞാൻ അവതരിപ്പിച്ചു എന്നുള്ളതിൽ വലിയൊരു ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെ, അത് പറയേണ്ട വയ്യ. കളിയൊക്കെ പരശുരാമന്റെ അതന്നെ. അത് രാമകൃഷ്ണൻ കണ്ടു ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ വേറൊന്ന് ആശാൻ, ഈ അരങ്ങിലുള്ള മേക്കോപ്പിന്റെ ഒക്കെ ശരീരത്തിലേക്ക് ഒരു ഇണക്കം എന്ന് പറയുമല്ലോ, അതിപ്പോ ഞങ്ങളുടെയൊക്കെ ഒരു തലമുറയിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കണ്ടിട്ടുള്ള ഒരാൾ കൃഷ്ണൻകുട്ടി ആശാനാണ്, ഞങ്ങളുടെയൊക്കെ മനസ്സിനെ സംബന്ധിച്ചോളം. അത് വരുത്താൻ അന്നൊക്കെ മുമ്പുള്ള കളരിയിലൊക്കെ പ്രത്യേക പരിശീലനങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ രാച്ചൊല്ലിയാട്ടം പോലുള്ളതൊക്കെ. അത് നല്ലൊരു ചോദ്യമാണ്, അത് വളരെ നന്നായിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ അഭ്യാസം ഏതാണ്ട് കഴിയാറായപ്പോൾ രാച്ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗം കുമാരനരേശൻ കൊണ്ടുവന്നതാണ്. അത് ഞങ്ങൾക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നെയാണ് അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തികച്ചും മനസ്സിലായത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ തന്നെ. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അതാണ്. കാരണം ഈ ഉത്തരീയം കെട്ടുക, കിരീടം, രാച്ചൊല്ലിയാട്ടത്തിന്റെ രൂപം എങ്ങനെയാ വെച്ചാൽ ശരിക്കും ഇപ്പോഴത്തെ ഡെമോൺസ്ട്രേഷന്റെ വേഷം ഉണ്ടല്ലോ, അതാണ്. അവന് ഉത്തരയിട്ട് കെട്ടണം, അലറിന്റെ വേഷം വെച്ചാൽ അലറണം, ആയുധങ്ങൾ എടുത്തുകൊണ്ട് വെച്ചാൽ അതൊക്കെ എടുക്കണം. പിന്നെ ശരിക്ക് കളി വേഷം കെട്ടിയിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതുകൊണ്ട് എന്താ വെച്ചാൽ തിരശ്ശീല പിടിക്കുന്ന ആൾക്കാർക്ക് അടക്കം ട്രെയിനിങ് ആണത്.
ഇന്ന ദിക്കില് കൊട്ടി മാറണം, അത് ഇന്ന ദിക്കിലേക്ക് മാറണം, അത് കഴിഞ്ഞാൽ പാട്ടുകാർ വന്ന് നിൽക്കണം, അത് തിരശ്ശീല ശരിക്ക് പിടിക്കണം. അത് കുമാരനാശാന്റെ വളരെ നിർബന്ധമായിരുന്നു. തിരശ്ശീല ഇങ്ങനെ ഒരേമാതിരി പിടിച്ചോളണം, അതിൽ ഒതുങ്ങി നിൽക്കണം, ചെണ്ടക്കാരും മത്തളക്കാരും അങ്ങനെ വേഷങ്ങൾ ചെന്ന് നിൽക്കണം. അതിൽ തെരനോക്കിന്റെ അധികം തെരനോക്കുള്ള വേഷങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചൊല്ലിയാട്ടത്തിന് വരിക. അപ്പൊ അലറണം. അപ്പൊ അലറില് ശരിക്കും ആ ശ്രുതിയില് അലറി ശീലിക്കുന്ന വേണം. അതിനാണ് ഈ ആശാൻ പറഞ്ഞില്ലേ, പിന്നെ ഒഴിവുള്ള സമയത്ത് പാട്ടുകാരുടെ കൂടെ ചെന്ന് നിന്നിട്ട് താളം പിടിക്കണം, പാടണം, അത്യാവശ്യം പാടുകയൊക്കെ വേണം എന്ന് പറഞ്ഞതിന്റെ ഉപകാരം ഇവിടെയാണ് വന്നത്. അപ്പൊ അങ്ങനെ അലറുമ്പോ ശ്രുതി യോജിപ്പിച്ച് അലറണം. അല്ലാണ്ട് എവിടെയെങ്കിലും അങ്ങോട്ട് പിന്നെ തോളോട്ടാ പോരാ, അത് പാട്ടുകാരെ ശല്യപ്പെടുത്തരുത്, അങ്ങനെ അലറണം. നമ്മള് ഹനുമാന്റെ അലർച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. അതൊക്കെ പറഞ്ഞു തരലും പ്രവർത്തിപ്പിക്കലും ഈ രാജൊല്ലിയാട്ട കാലത്താ. അതേമാതിരി തന്നെ കോപ്പും. ഇപ്പൊ കച്ചമണിയും തണ്ടപോപ്പും കെട്ടും, ഈ പരുത്തികായ്മണി അസ്താടകം കെട്ടും, തലയിലൊരു വാലയെ കെട്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിലൊക്കെ ആശാൻ ഒപ്പം നിന്നിട്ട് അത് കാണിച്ചു തരും, പറഞ്ഞു തരും ചെയ്യുക. അതാണ് രാജൊല്ലിയാട്ടം. അതുകൊണ്ട് വന്നതാണ് ഈ മേക്കപ്പ്. പിന്നെ ഞങ്ങൾക്ക് ഒഴിവ് സമയത്തൊക്കെ കെട്ടി പരിചയിക്കണം. ഒഴിവ് സമയത്ത് ഇപ്പൊ ഏറ്റവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അരങ്ങിൽ അവിടെയും ഇവിടെയും പോയി തട്ടുക, പാട്ടുകാരെ പിന്നെ പോയി മുട്ടുക, ഇതൊന്നും കിരീടം സാമാന്യനെ ഇളകുക, ഇതൊന്നും ആശാന്റെ വേഷങ്ങളില് കണ്ടിട്ടേ ഇല്ലാതെ പറയാം. പത്യപൂർവ്വമാവും. തികച്ചും കടപ്പെട്ടിരിക്കുന്നത് ആശാന്മാരെ. ഇത് ഒരാശാൻ മാത്രല്ല, എല്ലാ ആശാന്മാരും അങ്ങനെ. എല്ലാ ആശാന്മാരും ഞങ്ങൾക്ക് സഹകരണമായിരുന്നു. ഒരാശാനെ വിളിച്ച് പറയാൻ പറ്റില്ല. ഒരാശാന്റെ കാരണമാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാ ആശാന്മാരും, ചെണ്ടക്കാരും മത്തളക്കാരും പാട്ടുകാരും എല്ലാവരും ഈ വിദ്യാർത്ഥിയെ, ഈ കഥകളി പഠിക്കുന്ന കുട്ടിയെ മേലോട്ട് കൊണ്ടുവരണം, അവനൊരു എണ്ണാവണം എന്ന് സഹകരിച്ച് ഉത്സാഹിച്ച് ഞങ്ങളോട്. അതോടൊപ്പം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ആശാൻ മറ്റ് പല കഥകളി സ്ഥാപനങ്ങളും, ഞാൻ അപ്പൊ അതൊന്നും എടുത്തു പറയുന്നില്ല. ഇപ്പൊ കഥകളിക്കാർ പൊതുവെ സ്വന്തം കഥകളി ഒഴിച്ച് വേറൊന്നും കാണാത്തവരാണ് ഒരു ഫലിതം സാധാരണ പറയും. പക്ഷെ സദനത്തിൽ നിന്ന് പഠിച്ചു പോകുന്ന എല്ലാം, ആശാൻ മുതലുള്ള എല്ലാവരും വേഷം കഴിഞ്ഞാലും വന്നിരുന്ന കഥകളി കാണുകയും അതൊക്കെ കാണണം. അതായത് നമ്മുടെ എല്ലാം തകഞ്ഞിട്ടല്ല, എന്റെ കുറവുകൾ എനിക്ക് കാണാൻ പറ്റില്ല, അത് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാ. അപ്പൊ അത് എല്ലാ കലകളിലും ഉണ്ട്. കല എല്ലാ കലകളും കാണണം. അല്ല, അത് അപൂർവമായിട്ട് ഇപ്പൊ ആശാൻ പലപ്പോഴും ഇലത്താളെടുത്ത് കയറുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രായത്തിലും പോലും ആശാൻ അവസരത്തിൽ വേണമെന്ന് വെച്ചാൽ ഇലത്താളെടുത്ത് കയറാനും. ഒരു വലിയൊരു അനുഭവം എന്ന് പറയാ വെച്ചാല് മരാട്ടുവനിക്കിലെ കളി മഞ്ചേരി, അന്ന് എന്റെ രൗദ്രവന വേഷം രാമൂട്ടി നരാശാനായിരുന്നു ഏത്താളം പിടിക്കാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ അത് അവര് ഞങ്ങളൊക്കെ ഒഴിവ് കിട്ടിയ അരങ്ങത്ത് പൊക്കോളണം. കളി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥാനമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ പോയിക്കൊള്ളണം. അങ്ങനെ അത് കാണണം. എന്താ വെച്ചാൽ ആശാന്റെ പ്രത്യേക നിർദ്ദേശം എല്ലാ കളികളും കാണണം. അത് ഇന്ന ആളെ കാണണം, ഇന്ന ആളെ കാണരുത് എന്ന് പറയില്ല. അത് എന്താ കാരണം വെച്ചാൽ എന്തെങ്കിലും കുറവ് അവിടെ വന്നാൽ ഉടനെ നമുക്കത് മനസ്സിലാവും. കണ്ടു അവിടെ അത് ഒരു കഥകളിക്കാരനാണല്ലോ ആദ്യം മനസ്സിലാവുക. അപ്പൊ അത് അവിടെ കാണിച്ചത് ശരിയായില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ആ വീഴ്ച വരരുത്. എനിക്ക് ആ രംഗത്ത് അവിടെ ആ വേഷം കെട്ടുമ്പോ അപ്പൊ ഓർമ്മ വരുമല്ലോ അത്. അങ്ങനെ അവിടെ അങ്ങനെ പറ്റി. ആ സ്റ്റൂളൊന്ന് നീക്കി വെക്കേണ്ടതായിരുന്നു. ഇപ്പൊ സ്റ്റൂൾ പിന്നെ ഇരിക്കാനുള്ള പീഠടക്കം അത് വളരെ ദിവ്യത്വമായിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് മറന്നിരിക്കുന്ന ചില രംഗങ്ങൾ കാണാണ്ട്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാലുകൊണ്ട് പറ്റിയാണ് ആ സ്റ്റൂള് നീക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റില്ല എന്ന് എടുത്തങ്ങോട്ട് വെച്ചുകൊണ്ട് കളിക്കാം. അതെ, ഇതിപ്പോ രാവണൻ അതേപോലെ ജയ ജയ രാവണ ലങ്കാപതി എന്നൊക്കെ പറഞ്ഞ് നാരദൻ ഇങ്ങനെ ചൊല്ലിയേണ്ടി വരിക. വരണ സമയത്ത് ഇങ്ങനെ വളരെ ഇതായിട്ടാ വരണത്. ഈ രാവണൻ ഇരിക്കുന്ന സീറ്റ് ഈ പീഡ ഏതാ? ഇത് കഴിഞ്ഞാൽ നാരദന് പറ്റി ചവിട്ടിയിട്ട് അങ്ങോട്ട് നീക്കി കൊടുത്താൽ മഹാമോശം. കാലം പോയി, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെയുള്ള കുറവുകള് പലതൊക്കെ അവിടെ രംഗത്ത് വരും. അത് ഇങ്ങനെ മറ്റുള്ളവരുടെ വേഷം കണ്ടാലാണ്. അത് വേഷം അടക്കണ്ട്. കിരീടം വെച്ചത് അയാള് വെച്ചത് ഒന്നും ഇങ്ങനെ കീഴ്പ്പെട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് വരരുത്, മനസ്സിരുത്തണം. ചുട്ടി വളയം വെച്ചത്, കണ്ണിൽ ചുണ്ടപ്പൂ ഇട്ടിട്ടില്ലെങ്കിൽ അയാളെ കണ്ണ് വെളുത്തിട്ടായിരിക്കണം. അപ്പൊ അങ്ങനെ എനിക്ക് വരരുത്. ഇതാണ് ഈ കാണുന്നതിന്റെ ഉദ്ദേശം. ഇതേമാതിരി തന്നെയാണ് കളിയുടെ കാര്യം.
എല്ലാം തിരുത്തി വരണം. അതെ, അതുകൊണ്ടാണ് അങ്ങനെ. ഇനി ആശാൻ, ഈ ആശാന്റെ ഒരു കഥകളി ജീവിതത്തിൽ നമ്മൾ സാധാരണ ആടി വരുന്ന കഥകൾക്ക് പുറമെ കുറേ കഥകളുടെ ചിട്ടപ്പെടുത്തലിലും പുതിയ കഥകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു മനസ്സിന് സന്തോഷം തോന്നിയ ചില അനുഭവങ്ങളൊന്ന് പറയാമോ? അത് ഒന്നാമത് നമ്മൾ ചിട്ടപ്പെടുത്തി ഇതിന് മറ്റുള്ളവരുടെ സഹകരണം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള. ഞാൻ ചിട്ടപ്പെടുത്തുകൊണ്ട് ഞാൻ മാത്രം അങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടായാലും അതിന്റെ കൂടെ ജോലി ചെയ്യണവരും അതിനെപ്പറ്റി പ്രേരിപ്പിച്ചവരും അവരൊക്കെയുള്ള ഒരു സഹകരണമാണ് ഇതിൽ വിജയം. അങ്ങനെ ഇപ്പോൾ അമ്പ, ടെമ്പസ്റ്റ്, അങ്ങനെ പല കഥകളും കൃഷ്ണകുട്ടി ആശാന്റെ കാലത്ത് ഉണ്ടായിരുന്നു. അതുമാതിരി ഇപ്പൊ ഈ അടുത്ത കാലത്ത് മൂകാംബിയ ചരിതം എന്ന് പറഞ്ഞിട്ടൊരു, അതിനൊക്കെ മറ്റുള്ളവരുടെ സഹകരണം കൂടിയും വരണം. അല്ലാണ്ട് ഞാൻ മാത്രം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ സമ്പൂർണത വരുന്നത്. അല്ലാണ്ട് അയാൾ എന്താ ചെയ്തോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരരുത്. പിന്നെ ആശാൻ, ചില പൊതുവായ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം മറ്റ് കലാരൂപങ്ങളുടെ ഒക്കെ ഒരു പ്രതിഫല നിരക്കും കലാകാരന്മാരുടെ അംഗീകാരവും ആലോചിച്ചാൽ കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു കഥകളി വിദ്യാർത്ഥി പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ ശീലിച്ചതിന് ശേഷമേ ഒരു സാമാന്യ അംഗീകാരവും സാമാന്യ പ്രതിഫലം പോലും കിട്ടുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥ ഉണ്ട് എന്ന് തോന്നാറുണ്ട്. കഥകളിയുടെ നിലവിലുള്ളൊരു പൊതുവെയുള്ള പ്രതിഫല നിരക്കിലും ഒക്കെ ആശാൻ സംതൃപ്തനാണോ? അതോ എന്താണ് ആശാനെ തോന്നുന്നത്? സംതൃപ്തനാണ്. ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അധ്വാനിക്കുക, എന്നിട്ട് അവരോട് എന്താ വെച്ചാൽ നമ്മളെ ആഗ്രഹം പറയുക. അത് തികച്ചും ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ സംതൃപ്തനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം വാഴയങ്കട കളിക്ക് പോയിട്ട് 2 രൂപ മേടിച്ച് കിട്ടിയ ഒരു കാലുണ്ട്. ആ സ്ഥാനത്ത് ഞാൻ ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ കണക്ക് പറയാനില്ല, എങ്കിലും നല്ല അത് അതുകൊണ്ട് സംതൃപ്തനാണ് ആദ്യം. പക്ഷെ നമ്മൾ അധ്വാനിക്കണം, അധ്വാനിക്കേണ്ടതൊന്നും നടക്കില്ല. ഉറച്ചു നിന്ന് അധ്വാനിക്കണം. അതിനെന്താ വെച്ചാൽ അധ്വാനിക്കാൻ പാകത്തിൽ നിൽക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ നമുക്ക് പ്രതിഫലം മറ്റുള്ള കലകളിൽ അതേമാതിരി തന്നെയുള്ള പ്രതിഫലം അതിൽ കൂടുതലല്ലാണ്ട് കുറേന്ന് കാണാനില്ല. പക്ഷെ നമ്മൾ അധ്വാനിക്കണം, എന്നിട്ട് ചോദിക്കണം. ചോദിക്കാണ്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വരും. ചിലപ്പോൾ അത് അതിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ഈ പ്രതിഫലം പറയലൊക്കെ. ഇപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ഒരാള് ഒരു കളി നടത്തും എന്ന് വിചാരിച്ചാൽ ആ പ്രതിഫലം അയാളോടും ഈ താപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് ചെയ്യാറുമുണ്ട്, ഞാൻ ചെയ്തിട്ടുമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കുള്ള അതിന്റെ സുഖം വേറെ. പിന്നെ അതല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞ പൈസ പറഞ്ഞ് മേടിക്കാം, അത് കിട്ടണമുണ്ട്. എനിക്ക് പരിപൂർണ സംതൃപ്തിയാണ്. കഥകളിയിൽ ഇപ്പോൾ ഏതാണ്ട് ആശാൻ ചെയ്യാത്ത വേഷങ്ങളൊന്നും ഇല്ല എന്ന് തോന്നാറുണ്ട്. എല്ലാ വേഷങ്ങളും ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വേഷം ചെയ്യണം എന്ന് പിന്നെ ഒരു ആഗ്രഹം മനസ്സ് തോന്നാറുണ്ട്? ഇന്ന വേഷങ്ങൾ ഒന്നുമില്ല ചെയ്യണം എന്നുള്ളൊരു തോന്നലില്ല. ഈ അവസാനം ഈ സന്താനോപത്തെ ബ്രാഹ്മണനടക്കം ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് ആദ്യം തോന്നിയിരുന്നു ഈ ഓപ്പൺ ബോഡി ആവുമ്പോ എത്രത്തോളം ഇത് ചെയ്യാൻ പറ്റും, കാണികൾക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളൊരു സംശയം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അതല്ല പ്രധാനം എന്നുള്ള എനിക്ക് വന്നു. പിന്നെ സന്താനത്തെ ബ്രാഹ്മണന്റെ കളി ഞാൻ കളിക്കുക, അത് കഴിഞ്ഞിട്ടില്ലേ ബാക്കിയുള്ള കാര്യം. കേമാവുക എന്നുള്ളതല്ല. എങ്കിലും അത് ഞാൻ അപ്പൊ അത് രണ്ടാമത് ബ്രാഹ്മൺ ശരിക്കാണ് വേഷം കിട്ടുക. അപ്പൊ അതൊക്കെ മറ്റുള്ളതൊക്കെയാണ് പോവും. എന്റെ ഓപ്പൺ ബോഡി അതിന് പറ്റിയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ തീരുകയാണ്. അങ്ങനെയല്ല കിട്ടുക. ഇപ്പൊ കുറ്റിച്ചാമരം തലയിൽ വെച്ചിട്ട് പിന്നെ വീരഭദ്രൻ അടുത്ത കാലത്തും കൂട്ടിയും ദക്ഷയാഗത്തില് വീരഭദ്രൻ കിട്ടി. എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ളതല്ല എനിക്കൊന്ന്, ഞാൻ കിട്ടും എന്നിട്ട് അതിന്റെ കളിയാൻ കളിച്ചു. അപ്പൊ അത് അവര് പിന്നെ കാണികൾ അംഗീകരിച്ചു. ബാലിയൊക്കെ കുറച്ചു കാലം മുമ്പ് അതാണ് പറഞ്ഞ പിന്നെ കൃഷ്ണകുട്ടി പളാസാനെ മറക്കാൻ വയ്യ എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം. അല്ല, ഒരാശാമാരി എനിക്ക് മറക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതി കൂടെ ഇതൊക്കെ ചോദിച്ചു എന്നോട്. അപ്പൊ അതില് എനിക്ക് ഒരാളെ വിട്ടുകൊടുക്കാനില്ല. അല്ല, അതൊരു കാര്യമാണ് ആശാൻ. അതായത് ഇപ്പൊ ഇത്രയും കാലത്തെ അനുഭവം എന്ന് പറയുന്നത് സാധാരണ ഒരു കഥകളി നടനുള്ളതല്ല. എല്ലാ വേഷങ്ങളും ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിലെ വലിയ ആചാര്യന്മാരുടെ മുഴുവനൊപ്പം പ്രവർത്തിക്കാനും ഈ പറഞ്ഞ പോലെ അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ഗ്രന്ഥരചനയെ പറ്റിയൊക്കെ ആലോചിക്കേണ്ട സമയമായി എന്ന് തോന്നാറില്ലേ ആശാന്? എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഗ്രന്ഥം കൊണ്ട് ആവില്ല. ഗുരുനാഥന്മാരൊക്കെ എന്നെ സഹായിച്ചവരേ ഉള്ളൂ. എനിക്ക് വേണ്ടി കെട്ടപ്പെട്ടവരാണ്. അതിന് ഒരു ഗുരുനാഥൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പഠിക്കണ കാലം മുതൽക്ക്
എല്ലാ അതിപ്പോ വേഷത്തിനായാലും ശരി, പാട്ടിലായാലും ശരി, ചെണ്ടയിലായാലും ശരി, മത്തളത്തെ അണിയറയിലുള്ള അണിയറക്കാരനടക്കം എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണ്. അപ്പൊ ആര് ഞാൻ ഒരാളെ വിളിച്ചോണ്ട് എന്റെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചെറിയ ഗ്രന്ഥമായിട്ട് അവസാനിക്കുന്നു തോന്നല്ലേ. ഗ്രന്ഥം വേണം മോഹം കണ്ട് ചെറുതാക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ. അത് അങ്ങനെ ഒരു ചെറിയൊരു ഗ്രന്ഥം കൊണ്ട് ആവശ്യമില്ല. അല്ലാത്ത ഒരു വ്യക്തിയെ മുൻനിർത്തിയും കൊണ്ട് ഒരു ഗ്രന്ഥം ഉണ്ടാക്കുക എന്നൊന്നും നടക്കില്ല എനിക്കത്. ഇപ്പൊ കുമാരനാശാന്റെ പറഞ്ഞ കൂട്ടത്ത് തന്നെ ആശാനെ മാത്രം നിർത്തിയും കൊണ്ട് പറ്റുമോ? രാവണി നാരാശാൻ 4-5 കൊല്ലത്തോളം കഷ്ടപ്പെട്ട ആളാണ്. ആരായിരുന്നു രാവണി നാരാശാൻ എന്നുള്ളത് അറിയണ കൂട്ടർക്കേ അറിയുള്ളൂ ഇതിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടതാണ്. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ടവർ. അങ്ങനെ ചെറിയൊരു പുസ്തകം കൊണ്ടാവില്ല. വേണമെന്നുള്ള മോഹമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ആശാനിപ്പോൾ വീണ്ടും വീണ്ടും പുരസ്കാരങ്ങൾ തേടിയെത്തുന്നു. ഇപ്പോൾ ഏറ്റവും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു. ഇനി എന്താണ് കഥകളിയിൽ അങ്ങേക്ക് ചെയ്യാനുള്ളൊരു ആഗ്രഹവും ഇനിയുള്ള ജീവിതത്തിലെ കഥകളിയെ സേവിച്ചും കൊണ്ട് കഴിയുക തന്നെ എന്റെ ആഗ്രഹമുള്ളൂ എനിക്ക്. അല്ലാതെ കണ്ട് ഇപ്പോ ഒരു പുരസ്കാരത്തിന് വേണ്ടിയിട്ട് കാലം മാറി വേണം. ഇത് രണ്ടും അറിയാം എനിക്ക്. പുരസ്കാരത്തിന് വേണ്ടി ശ്രമിക്കണം ഇതൊക്കെ എനിക്ക് അറിയാം. എങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ജീവിതം ആവരുത്. കലയെ സേവിക്കുക, ആ കല എന്നെ സേവിക്കുക, അങ്ങനെ രണ്ടും ഒരേ മാതിരി ആവണം. എനിക്ക് കലയെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ മോഹം. ഇന്നലെ വരെ ഉള്ള കൂടെ തന്നെ ഇനിയും പോകണം. അത് തന്നെയാണ് എൻ്റെ മോഹം. അത് എനിക്ക് പരിപൂർണ്ണ തൃപ്തനാണ്. അതിൽ ഇങ്ങനെ മുന്നോട്ട് ഒരു കാര്യം മാത്രമേ ദൈവത്തിനോട് പറയാനുള്ളൂ, ആരോഗ്യം തരണം. അതുണ്ടെങ്കിൽ ഗുരുനാഥന്മാർ തന്നിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ഏറെക്കാലം അങ്ങേ ആഗ്രഹിക്കണ പോലെ തന്നെ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നമസ്കാരം.